என்ன இது? என்ன பார்கி, இது என்ன நனைஞ்ச கோழி மாதிரி ரொம்ப சாடா இருக்குது. உனக்கு என்ன உடம்பு சரியில்லையா? ஏதாவது பிரச்சனை இருக்கா? ശരിയാണല്ലോ. നിനക്കെന്നാ മേലെ ആകെ വാടിയിരിക്കുകയാണല്ലോ. ഒരു ആശുപത്രിയിലോ വല്ലോ പോണോ? ഹേ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം. എന്നാടി പെങ്കൊച്ചേ, പണി പറ്റിച്ചാ? ഉനക്കെന്ന ഗർഭമാ? അയ്യേ, അതൊന്നുമില്ല. എന്തായ്യേ, ഇതെന്നെ മോശ കാര്യമാണോ? അല്ലടി, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടോ? ഉണ്ട്. ഛർദിക്കാൻ വരുന്നുണ്ടോ? ഞാനൊന്നും വരുന്നില്ല. നിങ്ങൾ വേണേ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. എന്റെ പെണ്ണുമ്പോഴേ ഞാൻ 5 മിനിറ്റ് കിടക്കട്ടെ. ഒരു ഒറ്റ ചവിട്ട് അല്ലേ വേണ്ട. അവളുടെ കടിയോ മറ്റോ കിട്ടിയാ 10-14 കുത്തിയെ പിടിക്കേണ്ടേലും. അതേ മോളെ, നിനക്ക് ഛർദിക്കാൻ തോന്നുന്നുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല. തലകറക്കം? ചെറുതായി. എപ്പോഴും ഇല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഉറപ്പിച്ച് ഗർഭം ഗർഭം ഗർഭം. ഞാൻ എത്ര കണ്ടതായത്. ഓഹോ, നായ്ക്കുട്ടൻ ഇങ്ങ വരട്ടും. അവനോട് ചെലവ് വാങ്ങണം. അല്ല നായ്മോൻ. ഇതെന്നാ പെണ്ണുങ്ങളാണ് ഒരുമാതിരി ആൽക്കൂട്ടും കൂടുന്ന മനുഷ്യന്മാരെ പോലെ. ഉച്ചിരി ക്ഷീണമായിട്ട് ഒരു 5 മിനിറ്റ് കിടന്നതാണ്. നാശങ്ങൾ കിടക്കാണ് സമ്മതിക്കാറ്. അപ്പുറത്തേക്കാണ് പോയി കിടക്കാം. വയർ പാത്താലേ തെരിയുമടി, കണ്ടിപ്പ ഗർഭം താനത്. കുറഞ്ഞത് 5 എണ്ണമെങ്കിലും ഉണ്ടാവും. നോക്കിയോ, 5 കുളയന്തുകളാ? அந்த சின்ன வயிற்றுக்குள்ளையா? நம்ம மாதிரி இந்த பெரிய வயர்ல ஒரு குழந்தை தான் வரணுது. அப்போ எப்படிடி அந்த சின்ன வயிற்றுக்குள்ள 5 കുളന്തേ? ചെമ്പകം, അവള് പ്രസവിക്കുന്നത് പട്ടിക്കുട്ടികളെയാണ്, പശുക്കിടാവിനെ അല്ല. എന്റെ ചെമ്പകം, നീ പഴഞ്ചൊല്ലൊന്നും കേട്ടിട്ടില്ലേ? പട്ടി പെറ്റതുപോലെയെന്ന്. ഒയ്യോയ്യോയ്യോ, இந்த மாதிரி പ്രസവത്തേക്ക് എവ്വളൂ പെയിൻ ഇരിക്കും അല്ലടി? എന്ത് പേ, 5-8 പ്രസവം പ്രസവിച്ച അവൾക്ക് ഇതൊക്കെ എന്ത്? നീ എന്നടി ആലോചിക്കണത്? നിനക്കും പ്രസവിക്കണ? അതെ, എനിക്കൊരു സംശയം. വെറും സംശയം മാത്രമാണ്, ശരിയാണോ ഒന്നുമില്ല. ഞാനിത് പറഞ്ഞു കഴിയുമ്പോ എന്നെ തിന്നാൻ വരരുത്. നീ പറയടി, പിന്നെ നിന്നെ തിന്നണോ വേണ്ടെന്ന് തീരുമാനിക്കുക. അതായത് ഇപ്പൊ ഈ ബാർഗി ഗർഭിണിയാണല്ലോ, പക്ഷെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഇല്ലേ? എന്ത് തകരാറ്? നീ ചരിച്ചു പറയടി, വെറുതെ സിനിമ ഡയലോഗും പൊക്കി വരികയാണ്. ആട്, ഉനക്ക് എന്നടി സന്ദേഹം? തൊല്ലടി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ മണ്ടത്തരവാകാം, ചിലപ്പോ തെറ്റാ. ഒരു ഒറ്റ കുത്തുവെച്ചായിരുന്നു. നീ കാര്യം പറയടി, വെറുതെ ടെൻഷൻ കേട്ടാതെ. അതായത് നമ്മുടെ പട്ടിക്കുട്ടനുണ്ടല്ലോ, വരാൻ പോകുന്ന ബാർഗിയുടെ കുട്ടികളുടെ അച്ഛൻ, അവനെ ആ മറ്റേ കുത്തിവെപ്പെടുത്തല്ലേ? ഏത് കുത്തിവെപ്പ്? എരിവും മറ്റേ പട്ടികളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ചന്തിക്കൊരു കുത്തിവെപ്പെടുത്ത് തലയ്ക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണ ഒരു അങ്ങനത്തെ ഒരു കുത്തിവെപ്പില്ലേ? അത് അവൻ എടുത്തതല്ലേ? அதுக்கென்னடி, ஒரு ஃபீவர் வந்தா நமக்கும் ഇഞ്ചക്ഷൻ അടിക്കില്ലയാ? അത് ശരിയാ. ഓ, ബുദ്ധി ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചന്തി ഫിറ്റ് ചെയ്ത് കിട്ടിയ 2 പെണ്ണുങ്ങള്. കോമൺ സെൻസും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കൂടുതലുണ്ടാക്കാത്ത കാര്യം പറയടി. അവന് കുത്തുവെച്ചിട്ടുണ്ടേ അവന്റെ അസുഖം മാറിക്കാണും. എന്റെ പശു കിഴങ്ങുകളെ, ഇത് അസുഖം മാറ്റാനുള്ള കുത്തിവെപ്പ് ആയിരുന്നില്ല. ഇത് മറ്റേ പിള്ളേരുണ്ടാകാതിരിക്കാനുള്ള കുത്തിവെപ്പായിരുന്നു. അതിനെന്നാ, അവനല്ലോ പ്രസവിക്കണത്, അവളല്ലേ? അയ്യോടി, ശരിയാണല്ല. അപ്പൊ അവളുടെ 5 പട്ടിക്കുട്ടികള് അത് അവളുടെയൊക്കെ തന്നെ, പക്ഷെ അവന്റെ അല്ല. ഭയങ്കരി ഫാർഗി. അയ്യോ പാവൻ നായ്ക്കുട്ടൻ, അവന് എപ്പടി താങ്ക മുടിയും ഇത്? അതെ, നല്ല താങ്ങ അവന് കിട്ടിയത്. അവൻ വരുന്നുണ്ട്. അവന്റെ മനസ്സാരും വേദനിപ്പിക്കരുത്. ഈ രഹസ്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, 3ാമതൊരാൾ അറിയരുത്. ഇത് ഞങ്ങളോടൊപ്പം ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞു പോണേ. ആയിഷയ്ക്ക് 2 എണ്ണങ്ങൾ കേട്ട് കാണത്തില്ലേ? അതിലൊന്ന്, അതായത് എന്റെ അതിയായ അങ്ങനെ ഇത് കേൾക്കാൻ വഴിയൊന്നുമില്ല. തിന്നുമ്പോ ചെവി പുറകോട്ടയാൾക്ക്. പക്ഷെ മറ്റവനുണ്ടല്ലോ, അവന് ലേശം ചെവി കൂടുതലാ. ചെവി മാത്രമല്ല, അവന് പടുതും കൂടുതലാ. കൊള്ളക്കോഴി. അവനിങ്ങെത്തി. എന്നാ എല്ലാം കൂടി ഒന്നും ഇല്ല നായ്ക്കുട്ട, സുമ്മാ പേസിട്ടേ ഇരിക്കത്. നീ വല്ലാണ്ടങ്ങ് മെലിഞ്ഞു പോയല്ലോ പട്ടിക്കുട്ടാ. ഞാൻ എന്റെ നാട് വിട്ടു പോയിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. രാവിലെ എന്നെ കണ്ടതല്ലേ? അല്ല, രാവിലെ കണ്ടു, പക്ഷെ അപ്പൊ തോന്നിയില്ലടോ. പക്ഷെ നീ മെലിഞ്ഞിട്ടുണ്ട്. വെറുതെ അവന് സംശയം തോന്നണ്ട. ഉള്ള സമയം സന്തോഷത്തോടെ ഇരിക്കട്ടെ, പാവം.
അല്ല അവൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വെച്ച് ഞാൻ സംസാരിച്ചതാ. ஐயோ அவன் மூஞ்சி ரொம்ப சாடா இருக்குது. அவன் சூசைட் செய்ய போனதா? ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കട്ടെ ആ വായിക്കേ. ഓ രണ്ടും കൊള്ളാം. മുടഞ്ഞ മേസരിക്ക് തൊലിഞ്ഞ മൈക്കാട്. ഓ ഇതെന്തുവാടെ ആകെ സാടാണല്ല. ഇവൻ ഇനി പിള്ളേരുടെ തന്തയല്ലെന്നെങ്ങാനും അറിഞ്ഞാടാ. മിണ്ടല്ല, അത് പിന്നെ ചോദിക്കാം. എന്താടാ രണ്ടും കൂടി ചെവി കടിക്കണത്? അല്ല, നിന്റെ മുഖം ദുഃഖപൂർണമായ അവസ്ഥയിലിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ഓ അതാ കോടതി വിധി വന്നേ പിന്നെ മനസ്സിനൊരു സുഖമില്ലടാ. എന്ത് വിധി? വേണമെങ്കിൽ ഞങ്ങളെ തട്ടിക്കളയാന്ന് കോടതി പറഞ്ഞില്ലേ. ആഹാ, അപ്പൊ വിഷമം തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ഞങ്ങളുടെ കാര്യം ഒന്നാലോചിച്ചേ. ഒരു കോടതി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ വേണം. പിന്നെ നിന്റെ ഈ വിധി ഇത് കാര്യാക്കാനോടാ. കുറച്ച് കഴിയുമ്പോൾ ശീലം ആയിക്കോളും. എടാ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കാതെ എന്നെപ്പോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിച്ച്. വെറുതെ അല്ല പട്ടി അന്തയ്ക്ക് പോയ പോലെ എന്ന് പറയണത്. കോടതി പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ച് മറ്റേത്. ഏത് മറ്റേത്? ഏതാടാ മറ്റേത്? അതൊന്നും ഇല്ല. എടാവേ സത്യം പറഞ്ഞോളണം, ഞാൻ വന്നപ്പം നിന്നെയൊക്കെ ശ്രദ്ധിക്കണതാണ്. ഒരു കുശുകുശുപ്പും ഒരു മറ്റേ വർത്താനവും. മര്യാദ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടിനും കാഴ്ച കാലവാരി ഞാൻ നിലത്തെറി. പറയണ കാര്യം ഞാൻ പറയാം. അതായത് നിന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ. എപ്പോ? അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നാ? അവളൊന്നും നിന്നോട് പറഞ്ഞില്ലേ ഇത്? എടാവേ നിന്റെ ഭാര്യ ഗർഭിണിയാണ്, 5 പിള്ളേരുണ്ടെന്നാ പറയണത്. എടാ എന്നാലും അവൾ എന്നോടൊന്നും പറഞ്ഞില്ലടാ. ഞാനിപ്പോൾ ഈ കോടതി വാർത്ത അവളോട് പറഞ്ഞ് 2 നെടുവീർപ്പും വിട്ട് ഇങ്ങ് വരുമായിരുന്നു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. നല്ല ഉറക്കമോ ക്ഷീണമോ പോലെയൊക്കെ എനിക്ക് തോന്നി. എടാ ഗർഭിണികൾ എങ്ങനെയാടാ ഉറങ്ങുന്നത്? അതിനെ ഗർഭിണികൾ ഉറങ്ങാറില്ലേ? ഇല്ല, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതെന്നാടാ കാരണം? എടാ ഈ വയറ്റിൽ കിടക്കുന്ന പിള്ളേര് ചുമ്മാ ചവിട്ടുമല്ലേ. ഞങ്ങളെ പോലെ മുട്ട ഇടുമെന്നാണെങ്കിൽ പ്രശ്നമില്ല, എപ്പ വേണേലും ഉറങ്ങാം. അതെന്താ അങ്ങനെ? മുട്ടച്ച് കാലില്ല. ആഹാ, അവിടെ ഇരിപ്പായ. അതെന്താടാ ഞാൻ ഇരുന്നാല്? അല്ല, നിന്റെ ഭാര്യ ഗർഭിണിയായ വിവരം അവൾ നിന്നോട് എന്താ പറയാത്തതെന്ന് നീ ചോദിക്കുന്നില്ലേ? അതിന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവള് പറയുമായിരിക്കും എന്നല്ല, അവള് പറയും. അപ്പോഴും പറയണമെന്നില്ല. അതെന്നാടാ അങ്ങനെ ഒരു ടോക്ക്? അല്ലടാ, ചിലപ്പോ മറന്നുപോയാലോ, അതാ അവൻ ഉദ്ദേശിച്ചത്. അല്ലടാ പോവാ. എടാ എന്തെങ്കിലും ഉണ്ടെ തെളിച്ച് പറ. എന്നെ കൊണ്ട് പട്ടിഷോ എടുപ്പിക്കരുത്, പറഞ്ഞേക്കാം. എടാ അതെ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ ചിലപ്പോ എന്തൊക്കെ മരിക്കണമെന്ന് തോന്നും. മരിക്കരുത്. നാട് വിടണമെന്ന് തോന്നും. വിടരുത്. ആരേലും കൊല്ലണമെന്ന് തോന്നും. കൊല്ലരുത്. അങ്ങനെ ഉറപ്പ് തരുവാണെങ്കിൽ ഞാൻ പറയാം. മനസ്സിന് ബലം കൊടുത്ത് കേൾക്കണം. പറയട്ടെ. എടാ നിന്റെ ഭാര്യ ഭാർഗി ഇപ്പൊ ഗർഭിണിയാണല്ലോ. എനിക്കറിയില്ല. എന്നാ നീ അറിയണം, അവക്ക് വയറ്റിലുണ്ട്. ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങൾക്കല്ല, അവളുമാർക്കാണ് സംശയം, ഞങ്ങൾക്കല്ല. അതെ ഞങ്ങൾക്കല്ല, അവർക്കൊരു സംശയം. മുരളല്ലേ, പറഞ്ഞു വരട്ടെ. നിന്റെ ഭാർഗിയാണല്ലോ ഇപ്പൊ ഗർഭിണി. നിന്നെ കൊല്ലുവാറി വെറുതെ. ഭാർഗിയുടെ വയറ്റിൽ കിടക്കുന്ന പിള്ളേരുടെ സന്ത നീയാണോ എന്ന് അവർക്കൊരു സംശയം. അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല. നീ മറ്റേ കുറ്റപ്പെടുത്തതുകൊണ്ടേ നിനക്ക് പിള്ളേരുണ്ടാകുന്നില്ലെന്നാ അവര് പറയണത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അവരുടെ സംശയം മാത്രം. പക്ഷെ ഈ കുത്തിവെപ്പ് കിട്ടിയ ചിലർക്ക് ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ നീ എന്തിനാടാ വിഷമിക്കുന്നേ? നീ ഒരാളല്ലേ, നീ ചെന്ന് അവളോട് ചോദിക്കണം ആരാണ് ഇതിന് ഉത്തരവാദി എന്ന്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അത് വേണം. ആണിന്റെ വില ഇവളുമാരെ അറിയാം. എന്നാ നീ പോയി നിന്റെ അവളോട് ചോദിക്കാതെ എന്താടാ? നിനക്കപ്പോ പേടിയാണല്ലേ? അതിന് എനിക്ക് ഈ പ്രശ്നം ഇല്ലല്ലോ. എനിക്കെങ്ങാനും ആണ് ഈ പ്രശ്നം വന്നതെങ്കിൽ ഞാൻ അവളെ എടുത്തിട്ട് ചവച്ചേനെ. ഞാനാന്നേ കൊത്തിക്കീറി കുളിച്ചിട്ടേ. അല്ല പിന്നെ എന്നാ ഇന്ന് ഞാൻ 2 അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാട്ടി കിട്ടാത്ത ഒരിടം ഇല്ല കേട്ടോ ശരീരത്തില്. നായിക്കുട്ടൻ എന്നാ പറ്റി? ഒന്നുമില്ല, അവനൊന്ന് കുനിഞ്ഞതാ. നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ഓക്കെ അല്ലേ? വാല് പോലും അനക്കാൻ പറ്റുന്നില്ലല്ലേ? അതിനാടാ വാല് കെട്ടിവെക്കായിരുന്നത്. ബാക്കി കെട്ടിയതൊക്കെ അഴിച്ചിട്ട് മതി വാല് കെട്ടില്ലെന്നാ ഡോക്ടർ പറയണേ. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കാം. പിന്നെ വഞ്ചിച്ചത് പോരാ, കടിയും കൊടുത്ത്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയല്ലടാ. അവൾക്ക് ഗർഭവും ഒന്നും ഇല്ലായിരുന്നു. തലേന്ന് കഴിച്ച ഇറച്ചി പിടിച്ചില്ല, വയറുവേദനയും ഛർദിലുമായിരുന്നു.
റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന അവളുടെ അടുത്ത് ഇവൻ ചെന്ന് ചൊറിഞ്ഞത്. പിന്നെ അവള് കെട്ടിയവനാണോ കെട്ടാത്തവനാണോ എന്നൊന്നും നോക്കിയില്ല, കാട്ടിച്ച് കീറി വിട്ടു. വെറുതെ വേലി കിടക്കണെടുത്ത് എവിടെയാ വെച്ച പോലെ.